ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കാണാൻ പോകുന്നത് ദ സൂപ്പർ ക്യൂബ് എന്ന ആനിമിയുടെ സീസൺ 1 എപ്പിസോഡ് 3 എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ലൈക്ക് കൂടി ചെയ്യുക. ഇനി നിങ്ങളെ പറ്റിയിട്ടില്ല, നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ കാണുന്നത് നമ്മുടെ വാങ്ങ് ബാസ്കറ്റ് ബോൾ കോർട്ടിലെത്തിയതാണ്. സഞ്ജുന് നിന്നെ ഇപ്പം തീർത്തിടാ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഗ്യാങ്ങിനെ അങ്ങോട്ടൊന്ന് വിട്ടുകയാണ്. വാങ്ങ് നല്ലപോലെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ക്യൂബിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ഒരുത്തം പുറകെ നടക്കുകയാണ്. അവൻ കുറേ നേരം കോപ്രകളെ കാട്ടി നിൽക്കുകയാണ്. ആ കറക്റ്റ് ടൈമിന് വാങ്ങ് പോയിട്ട് അവൻ്റെ അണ്ടകടാഹം അടിച്ചു വീഴാണ്. ചെറുക്കൻ്റെ കീഴിലൊക്കെ പാറി ആകെ പോയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് സഞ്ജുന് അവൻ്റെ ബാക്കിയുള്ള ഗ്യാങ് മെമ്പേഴ്സിനോട് പോയി അടിക്കാൻ വേണ്ടി പറയാണ്. അടിക്കടാ തൊഴിക്കടാ എന്നൊക്കെ പറഞ്ഞ് അവൻ നിൽക്കുന്ന സമയത്ത് വാങ്ങ് ഇപ്പുറത്തോട്ടുണ്ട് ചാടാണ്. മാസ്റ്റർ പറ്റുന്നിടത്തോളം പിടിച്ച് നിൽക്ക് എന്ന് ആ ക്യൂബും പറയുന്നുണ്ട്. ഈ ടൈമിന് ഒരുത്തൻ വാങ്ങനെ വന്ന് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വേറൊരുത്തൻ വന്ന് അവനെ അടിക്കുകയാണ്. വീണ്ടും എണീച്ചിട്ട് വാടാ എന്ന പോലെ വാങ്ങ നിൽക്കുകയാണ്. സഞ്ജുന് വീണ്ടും അവൻ്റെ ഗ്യാങ് മെമ്പേഴ്സിനെ പറഞ്ഞു വിടാണ്. ഈ സമയത്ത് വാങ്ങ നല്ലപോലെ പിടിച്ച് നിൽക്കുകയാണ്. നല്ലപോലെ എല്ലാത്തിനും ഇട്ട് പൊട്ടിക്കുകയാണ്. വാങ്ങേൻ്റെ അടിയൊക്കെ കണ്ട് സഞ്ജുനാകെ കിളി പോയി നിൽക്കുകയാണ്. സഞ്ജുന അടിച്ച് നിൽക്കുന്ന സമയത്ത് എല്ലാവരും അതാണ്ട് ഗ്യാങ് മെമ്പേഴ്സ് എല്ലാം അവിടെ വീണിരിക്കുകയാണ്. ഈ വാങ്ങ എങ്ങനെ ഇത്ര പവർഫുള്ളായി എന്ന് ചിന്തിക്കുകയാണ് സഞ്ജുൻ. ഇവനൊരു മനുഷ്യനല്ലേ എന്നൊക്കെ അവന് മനസ്സ് തന്നെ പറയാണ്. വാങ്ങ് വരുന്ന കണ്ടിട്ട് ആകെ ടെൻഷനാണ് സഞ്ജുൻ. ആ കറക്റ്റ് ടൈമിന് കുറച്ച് പേര് അങ്ങോട്ട് എത്തുകയാണ്. അതായത് നോർത്ത് സിറ്റി ഗ്യാങ്ങിൻ്റെ നേരെ ശത്രുക്കൾ അല്ലെങ്കിൽ എനിമീസായിട്ട് വരുന്ന സൗത്ത് സിറ്റി ഗ്യാങ്ങാണ്. സൗത്ത് സിറ്റി ഗ്യാങ്ങിന് ഇവനെ അടി കിട്ടിയതൊന്നും അറിയില്ലായിരുന്നു. നേരെ ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് വരുന്ന സമയത്ത് നോർത്ത് സിറ്റി ഗ്യാങ്ങിൻ്റെ എല്ലാ മെമ്പേഴ്സും വീണ് നടക്കുന്നതാണ്. ആ സൗത്ത് സിറ്റി ഗ്യാങ്ങിൻ്റെ ലീഡർ സഞ്ജുനെ കുറേ കളിയാക്കുന്നുണ്ട്. നമ്മുടെ വാങ്ങ് നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറയാണ്. സൗത്ത് സിറ്റി അതിൻ്റെ ലീഡറിന് അവൻ പറഞ്ഞത് തീരെ ഇഷ്ടപ്പെടില്ല. ക്യൂബറാണ് 5 സ്റ്റെപ്പ് കൊണ്ട് എടുത്തു വെച്ചാൽ മാത്രമേ നിനക്ക് ടെലിപ്പോർട്ട് ആകാൻ പറ്റുള്ളൂ എന്ന്. സൗത്ത് സിറ്റി ഗ്യാങ്ങിൻ്റെ ലീഡർ അവൻ്റെ മെമ്പേഴ്സിനോട് വാങ്ങിനെ പിടിക്കാൻ വേണ്ടി പറയാണ്. വാങ്ങ് എങ്ങനെയൊക്കെയോ ഓടി നേരെ ടെലിപ്പോർട്ട് ആവാണ്. ടെലിപ്പോർട്ടായി നേരെ പോകുന്നത് മെയിൻ സ്വിച്ചിൻ്റെ അഭാവത്തേക്കാണ്. ആ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫാക്കി അവിടെ വെളിച്ചൊന്നുമില്ല. നേരെ പോയി അവന്മാരെ ലീഡറെ അടിക്കുകയാണ്. ഇതെവിടെ നിന്നാണ് അടിയിടുന്നത്, ആരാണ് അടിക്കുന്നതെന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവർക്ക് കണ്ണ് കാണുന്നില്ലല്ലോ. ഈ ടൈം മുതലാക്കി നല്ലപോലെ വാങ്ങ് അടിക്കുകയാണ്. വേറൊരുത്തം പോയിട്ട് ലൈറ്റൊക്കെ ഓണാക്കി നോക്കുമ്പോൾ വാങ്ങ് അതിൻ്റെ ലീഡറടക്കം എല്ലാവരെയും അടിച്ചിട്ടിരിക്കുകയാണ്. സഞ്ജുന് ഇതൊക്കെ കണ്ട് ആകെ കിളി പോയി നിൽക്കുകയാണ്. പുറത്ത് നമ്മുടെ യാവോ സ്കൂളിലെ ടീച്ചറിനെ കൊണ്ട് വന്നിരിക്കുകയാണ്. ആരോ പുറത്തുണ്ടെന്ന് മനസ്സിലാക്കിയ സഞ്ജുനെ എസ്കേപ്പ് ആവാൻ നോക്കുമ്പോൾ നേരെ വാങ്ങ അവൻ്റെ മുന്നിൽ ചെല്ലുകയാണ്. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, ബട്ട് നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണമെന്ന് വാങ്ങ് പറയാണ്. യാവോയും അതുപോലെ ബാക്കിയുള്ളവരും വന്ന് നോക്കുന്ന സമയത്ത് സഞ്ജുന് വാങ്ങിനെ അടിക്കുന്നതാണ് കാണുന്നത്. യാവോയാണെങ്കിൽ വാങ്ങിന് മരുന്നും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ സഞ്ജുനാണ് അവരെല്ലാം അടിച്ചത് എന്ന പോലെ ആയിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയാണ് വാങ്ങിന് ഇനിയും കൂടുതൽ ജെംസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്താൽ മാത്രമേ കൂടുതൽ പവർഫുൾ ആകാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ ഇനിയും ജെംസിന് നോക്കുകയാണ്. ബട്ട് അതിനെല്ലാം വളരെ റേറ്റാണ്. അവൻ നേരെ പോകുന്നത് അവന് ജെംസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്കാണ്. അവൻ്റെ അടുത്തുള്ള ക്യാഷ് കൊണ്ട് അവൻ കുറേ ഷോയിൽ അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിയിരിക്കുകയാണ്. അതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കുറേ അധികം ജെംസ് എടുക്കണം, എന്നാൽ മാത്രമേ അവന് കൂടുതൽ പവർഫുൾ ആകാൻ പറ്റുള്ളൂ. ക്യൂ പറഞ്ഞതനുസരിച്ച് അവൻ കുറേ സ്ഥലത്ത് കുഴിക്കുന്നുണ്ട്. ബട്ട് അവിടെ ഒന്നും കാണുന്നില്ല. ക്യൂ പറയാണ്, മാസ്റ്റർ എനിക്കിവിടെ അടുത്ത് തന്നെ നല്ല രീതികൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. ബട്ട് വാങ്ങാറാണ് എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ആ ക്യൂ പറയാണ് അതെല്ലാം സീൽ ചെയ്തുകൊണ്ട് മാസ്റ്ററിന് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന്. വാങ്ങുവരാണ് ഇനി എങ്ങനെ നമ്മൾ ടെലിപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ക്യൂബറാണ് ഏതെങ്കിലും നല്ല പോലെ കുഴിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയാൽ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാമെന്ന്. യെസ്, എനിക്കാണൊരു സ്ഥലം അറിയാമെന്ന് പറഞ്ഞാൽ വാങ്ങ് നേരെ പോകുന്നത് ഒരു തടാകത്തിൻ്റെ സൈഡിലാണ്. വാങ്ങ് നേരെ അവിടെ സെൻസിറ്റിവിറ്റി ഉപയോഗിക്കുകയാണ്. എന്നിട്ട് നേരെ ടെലിപ്പോർട്ടായി ആ ഗുഹൻ്റെ അതായത് ആ കേവിനുള്ളിലേക്ക് വരികയാണ്. അവനവൻ്റെ ടോർച്ചൊക്കെ എടുത്ത് തന്നെ പോകുന്ന സമയത്ത് എന്തൊരു ശബ്ദം കേൾക്കുകയാണ്. അവൻ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അതൊരു തവളയായിരുന്നു. ആ സൂപ്പർ ക്യൂബ് അവന് അവൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു നേരെ പോയതും അവിടെ ഒന്നുമില്ലായിരുന്നു. അവൻ ഇവിടെ എന്തോ ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അവനെന്തോ കാറ്റ് ഫീൽ ചെയ്യാണ്. ഏതോ ഒരു സ്ഥലത്ത് ചെറിയൊരു ഹോൾ ഉണ്ടായതുകൊണ്ട് അവിടുന്ന് നല്ലപോലെ കാറ്റ് കിട്ടുന്നുണ്ട്. അവന് ആ സ്ഥലം മനസ്സിലായി നേരെ അങ്ങോട്ട് ടെലിപ്പോർട്ട് ആവുകയാണ്. നേരെ അതിനുള്ളിലെത്തിയതും അവൻ വീഴാൻ പോയി. ബട്ട്
എങ്ങനെയൊക്കെ രക്ഷപ്പെടാണ്. അതുപോലെ അവൻ്റെ ടോർച്ചാണെങ്കിൽ നിലത്ത് കുഞ്ഞാടാണ്. സോ അവനിനി ബൈനാക്കുളറൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ തന്നെ എനർജി ഫീൽ ആവാണ്. അവന് മനസ്സിലാവാണ് അതാണ് ക്യൂബ് പറഞ്ഞ എനർജി ജെംസ് എന്ന്. സോ അവൻ്റെ തൊട്ട് ബാക്കിൽ വലിയൊരു പാമ്പ് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത് അവൻ ഓരോ ടൈമിന് 2 പ്രാവശ്യം മാത്രമേ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ പാമ്പ് കടിക്കാമെന്നും കറക്റ്റ് ടൈമിന് അവൻ ടെലിപ്പോർട്ടായി മാറാണ്. സോ അവിടുന്ന് അവൻ ടെലിപ്പോർട്ടായി നേരെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവൻ്റെ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി എങ്ങനെയൊക്കെയോ അതിലൂടെയൊക്കെ പോവാണ്. സോ അവൻ്റെ സൂപ്പർ ക്യൂബിനോട് സംസാരിച്ചൊക്കെയാണ് പോകുന്നത്. സോ ആ പാമ്പ് അവനെങ്ങനെയാണ് പിടിക്കണം എന്ന പോലെ അവൻ്റെ പിന്നാലെ വരികയാണ്. സോ വാങ് ആ എനർജി സ്റ്റോൺസിൻ്റെ അടുത്തെത്തിയതും അവൻ ചിന്തിക്കുകയാണ് അവിടെ ഒരു ചെറിയൊരു മൈന്യൂട്ടുള്ള സ്പേസ് ഉണ്ട്, ഞാനെങ്ങാനും അവിടെ പോയി ടെലിപ്പോർട്ടായി നിന്നാൽ ചിലപ്പോൾ എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു. സോ അവനോട് ക്യൂബറാണ് നേരെ അവിടെ പോയി നിന്നിട്ട് ആ റോപ്പ് എടുത്ത് കെട്ടിയാൽ മതിയെന്ന്. സോ അവനോട് പെട്ടെന്ന് തന്നെ ടെലിപ്പോർട്ട് ആവാണ്. ആ കറക്റ്റ് ടൈമിന് പാമ്പ് കടിക്കാവുന്നതും പാമ്പിനതും മിസ്സാവാണ്. സോ വാങ്ങി കയറും കാര്യങ്ങളൊക്കെ കെട്ടി നിൽക്കുകയാണ്. എനിക്കിനി വളരെയധികം സ്ട്രോങ് ആവാം, ഞാനൊരു സൂപ്പർമാൻ ആകുമ്പോൾ എന്നൊക്കെ കരുതി നിൽക്കുകയാണ്. സോ ആ ടൈമിനും ആ പാമ്പ് അവരെങ്ങനെയും വീഴണം എന്ന രീതിക്ക് നിൽക്കുകയാണ്. സോ അവനോടുള്ള എനർജി സ്റ്റോൺസും അതുപോലെ ആ ജെംസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവനതൊക്കെ കണ്ട് വളരെ പ്രഷ്യസ് ആയിട്ട് തോന്നുകയാണ്. എനിക്കിനിയും സ്ട്രോങ് ആവണം എന്ന രീതിക്ക് ചിന്തിച്ച് അവനോടുള്ള എല്ലാ സാധനങ്ങളും എടുക്കാൻ നോക്കുകയാണ്. സോ ഒന്ന് മിസ്സായി പോയതും പെട്ടെന്ന് അതിനെ എടുക്കാൻ നിൽക്കുകയാണ്. സോ അവനെന്തോ ഭാഗ്യം കൊണ്ടാണ് അവിടെ താഴത്തേക്ക് വീഴാതിരുന്നത്. പക്ഷേ അവനവൻ്റെ സെൻസിറ്റിവിറ്റി വെച്ചത് അവിടെ നോക്കുന്ന സമയത്ത് അവനൊരു പാമ്പിനെ കാണാണ്. സോ ആ സ്നേക്ക് അവനെ തൊട്ടടുത്തുണ്ടതും അവനാകെ പേടിച്ചു പോവാണ്. സോ അവനവൻ്റെ ഷൗലെടുത്ത് അറ്റാക്ക് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, എങ്ങനെയും രക്ഷപ്പെടണം എന്ന രീതിക്ക് നിൽക്കുകയാണ്. സോ ആ പാമ്പാനെ കടിക്കുമ്പോൾ നേരെ അവൻ താഴത്തേക്ക് വീഴാണ്. ബട്ട് അവന് റോപ്പ് ഉണ്ടായതുകൊണ്ട് അവനോട് സർവൈവ് ചെയ്യാണ്. സോ ആ പാമ്പ് താഴത്തേക്ക് വീഴാണ്. സോ അവൻ രക്ഷപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ആ റോപ്പ് അവിടുന്ന് പൊട്ടുന്നത്. സോ അവൻ നേരെ ആ കുളത്തേക്ക് ചാടാണ്. അവിടെ നോക്കി നിൽക്കുന്ന പാമ്പ് നേരെ അവനെ കണ്ടതും അവനെ കഴിക്കാൻ വേണ്ടി വേണം. സോ പെട്ടെന്ന് തന്നെ അവൻ്റെ ഷൗലെടുക്കുകയാണ്. അതുപോലെ പാമ്പിനെ ഒരു അടി അങ്ങ് വിളിച്ചു കൊടുക്കുകയാണ്. ബട്ട് ആ പാമ്പ് അവനെ മുറുക്കി പിടിക്കുകയാണ്. സോ അവനിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അവനിവിടുന്ന് മരിക്കുന്നൊക്കെ അവൻ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അവനിനിയും സ്ട്രോങ് ആവണം, അവന് പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ആ പാമ്പിനെ കുത്തുകയാണ്. സോ അവന് ക്യൂബിനോട് അവനെ ആ ക്യൂബിൻ്റെ ആ പ്ലേസിലേക്ക് ആ ക്യൂബിനുള്ളിലേക്ക് കയറ്റാൻ വേണ്ടി പറയണം. സോ അവൻ നേരെ ക്യൂബിനുള്ളിലേക്ക് വരികയാണ്. സോ അവൻ ക്യൂബിനോട് പറയണേ എനിക്കിനിയും സ്ട്രോങ് ആവണം, ആ പാമ്പിനെ എങ്ങനെയും തീർത്താൽ മാത്രമേ എനിക്ക് തിരിച്ച് പോകാനും അതുപോലെ അവനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്ന് പറയാണ്. സോ അവന് കിട്ടിയിട്ടുള്ള എല്ലാ ജെംസും അവിടെ എടുത്ത് വെക്കുകയാണ്. സോ അവൻ്റെ അടുത്ത് 12 ജെംസ് അല്ല 11 ജെംസ് ഉണ്ട്. സോ നമ്മുടെ ക്യൂബ് പറയാണ് അത് 3 ബേസിക് സ്റ്റോൺ കൂടിയിട്ട് ഒരു അഡ്വാൻസ്ഡ് സ്റ്റോൺ ആക്കാൻ പറ്റും എന്ന് പറയണം ആ ക്യൂബ്. സോ വാങ്ങ് എന്തിനാണ് അഡ്വാൻസ്ഡ് സ്റ്റോൺ ആക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ക്യൂബ് പറയാണ് അഡ്വാൻസ്ഡ് സ്റ്റോണിന് നല്ല രീതിക്കുള്ള പവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും, അതല്ല കൂടുതൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള സംഭവങ്ങളും ലഭിക്കുന്നവരാണ്. സോ മാസ്റ്ററിന് 3 അഡ്വാൻസ്ഡ് സ്റ്റോൺ കിട്ടുന്നവരാണ്. സോ വാങ്ങ് ചോദിക്കുകയാണ് ഇതൊക്കെ അബ്സോർബ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്ന് ചോദിച്ചതും ആ ക്യൂബറാണ് ഏകദേശം 100 മണിക്കൂറെന്ന്. സോ വാങ്ങുവരാണ് 100 മണിക്കൂറോ ഞാനിനി എപ്പോൾ തിരിച്ചു പോകാനാണ് എന്നൊക്കെ ചോദിച്ച് ആകെ ടെൻഷനാവാണ്. സോ വാങ്ങ് ചോദിക്കുകയാണ് ബാക്കിയുള്ള 2 സ്റ്റോൺസ് എനിക്ക് അബ്സർവ് ചെയ്തുകൂടെയെന്ന്. സോ അപ്പം മാജിക് ക്യൂബറാണ് ഓക്കെ പറ്റുന്നു. സോ ആ സൂപ്പർ ക്യൂബ് ആ 2 സ്റ്റോൺസ് അബ്സർവ് ചെയ്യാണ്. വാങ്ങ് നേരെ ആ പാമ്പിൻ്റെ പുറകിൽ വന്ന് നിൽക്കുകയാണ്. സോ അവൻ്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ആ പാമ്പിനെ അവിടെ വെച്ച് തീർക്കുകയാണ്. സോ വാങ്ങ് ആ തടാകത്തിനടിയിൽ നേരത്തെ കളഞ്ഞ ആ സ്റ്റോണ് അവിടെ കാണാണ്. സോ അതവനെടുത്ത് നോക്കിയതും അത് ഒരു ബേസിക് സ്റ്റോണാണ് എന്ന് പറയാണ് ആ ക്യൂബ്. സോ അവൻ ചിന്തിക്കുകയാണ് എനിക്കിത് വെച്ച് വേറൊരു ഐഡിയ ഉണ്ടെന്ന്. സോ അവിടെ നിന്ന് ഇങ്ങോട്ടായിട്ട് കിടക്കുന്നത് വീണ്ടും ഒരു പബ്ബിലാണ്. അവിടെ നമ്മുടെ നോർത്ത് സിറ്റി ഗ്യാങ്ങിൻ്റെയും അതുപോലെ സൗത്ത് സിറ്റി ഗ്യാങ്ങിൻ്റെയും ലീഡേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. സോ നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ അത് എന്തിനാണ് അവിടെ കൂടിയിരിക്കുന്നതെന്ന്. സോ ഇവിടെ ചെന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ.